ഈ രാത്രി ഇത് എങ്ങോട്ടാന്നല്ലേ? ഇവിടെ അടുത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഒരു ഗാനമേള. പുതിയൊരു നാട്ടിൽ വന്ന് എങ്ങനെയാ പരിപാടികളൊക്കെ മിസ് ചെയ്യുക? പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ കേശുവിന്റെ സ്കൂളിലാണേ. എൻ്റെ സ്കൂൾ പരിപാടിയാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ഒരു സ്വൈര്യവും തന്നിട്ടില്ല കേട്ടോ. വൈകുന്നേരം തൊട്ടേ പോണം പോണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. ഗാനമേള പ്രതീക്ഷിച്ചു വന്ന ഞങ്ങള് ആദ്യം കണ്ടത് ഒരു നാടകമായിരുന്നു കേട്ടോ. അതും ലാസ്റ്റ് പോർഷൻ. സത്യം പറഞ്ഞാൽ നാടകമൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടോ. ഈ ഓൺ സ്റ്റേജ് ആക്ടിങ് പരിപാടികളൊക്കെ കാണാൻ നല്ല രസമല്ലേ? പണ്ട് ഞാങ്ങാഴ്ച ആയിരുന്നപ്പോൾ ഈ നവരാത്രി കാലത്ത് അവിടെ അമ്പലത്തിൽ രാത്രി പരിപാടി ഉണ്ടാവും. ഡാൻസും പാട്ടും കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ. ദേ ഹയാൻ, നമ്മുടെ കേശുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കേശുവിന് പിന്നെ ഇവരെ കൂടെ കണ്ടപ്പോൾ അവരുടെ ഏരിയ ആണെന്നുള്ള ഒരു ഗമയായിട്ട് അങ്ങനെ നമ്മൾ കാണാൻ വന്ന കലാപരിപാടി തുടങ്ങി. ഗാനമേള. ഈ പാട്ട് എനിക്കിഷ്ടമായിട്ടോ. ഒരു ഗാനമേളയ്ക്ക് സ്റ്റാർട്ടിങ് സോങ് ആയി സെലക്ട് ചെയ്ത ഒരടിപൊളി പാട്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ, നവരാത്രി കാലം. പണ്ട് തൊട്ടേ നവരാത്രി കാലത്ത് ഇങ്ങനെ കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ഈ കാലത്ത് കലകളോടുള്ള ഒരു താല്പര്യം കൂടും. കലാപരിപാടികൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തോന്നും. അതുകൊണ്ടാണോ ഇനി സ്കൂളിലെ കലോത്സവങ്ങളൊക്കെ ഈ സമയത്ത് ഷെഡ്യൂൾ ചെയ്യുന്നത്? ആവോ, എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ പാട്ടുകാരുണ്ടായിരുന്നേ. പാട്ടുകാർ മാത്രമല്ല, പിന്നെ ഇതേ ഡാൻസുകാരും ആയി. കുട്ടികൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതും ഇവിടുന്ന് കേശു ഓടിപ്പോയി കയറിയിട്ടോ. എന്ത് പരിപാടിയും എനിക്ക് കുറച്ച് ബാക്കിൽ നിന്ന് കാണാനാട്ടോ ഇഷ്ടം. പക്ഷെ അവിടെ നിന്നൊരാൾ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഫ്രണ്ടിലേക്ക് ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് നല്ല സൗണ്ട് ഫീൽ ചെയ്തായിരുന്നു. കുട്ടികളുടെ ഡാൻസും പാട്ടുകാരുടെ പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഗാനമേളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എൻ്റെ കേശുവിനെ ആ ചേട്ടൻ ഫ്രണ്ടിക്കൊക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റെപ്പിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇന്ന് തുള്ളിച്ചാടി തന്നെ എല്ലാവരും ചെയ്യണത്. എന്നാലും വന്നപ്പോയിരുന്ന ആ സീറ്റ് തന്നെ മതിയായിരുന്നു. അതാകുമ്പോൾ സ്വസ്ഥമായിരുന്നു കാണുകയും ചെയ്യാം. സൗണ്ടും ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം സാർ വന്നിരിക്കുന്നു. ഡാൻസ് കളിച്ച മനുഷ്യന്മാർക്ക് ഇത്രയും ഗമ കൂടുമോ? ഞങ്ങളങ്ങനെ ഒരു 5-6 പാട്ടുകളൊക്കെ കേട്ടു കേട്ടോ. പിന്നെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കാറുള്ളതുകൊണ്ട് വിശപ്പ് അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. അതിനിടയ്ക്ക് അവരൊരു ഷോർട്ട് ഫിലിം കൂടി പ്ലേ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു.